ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇറ്റലിയിൽ നിന്ന് US പോവാണ്. ഞാനിപ്പോൾ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. റോമിലെ ഫ്ലമിച്ചിയോ അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ, അങ്ങനെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ അവിടുത്തെ എയർപോർട്ടിലാണ് ഞാനുള്ളത്. ട്രെയിനൊക്കെ കയറി വന്നു, ചെക്കിനൊക്കെ കഴിഞ്ഞു. എനിക്കാകെ 10 kg ഉണ്ടായുള്ളൂ. പിന്നെ എനിക്കൊരു 12 കിലോ ഒക്കെ ഉണ്ടായി. പിന്നെ അത് കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഗേറ്റിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ഞാൻ കുറേ അങ്ങോട്ട് പോയി ഗേറ്റ്സ് നിന്ന് കണ്ടിട്ട്. അവിടെ പോയപ്പോഴാണ് US പോകണമെങ്കിൽ മാത്രം വേറെ ക്യൂ ആണ്, വേറെ ലൈനാണ്. ഒരൊറ്റ ലൈൻ, ക്യൂ ഒന്നും നിൽക്കാണ്ട് ഡയറക്റ്റ് കയറിപ്പോൾ വേറെ നമുക്ക് ലൈനിലേക്ക് വരണം. സോ ഞാൻ അങ്ങനെ പോയി. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 6 മണി ആവാനായിട്ടുണ്ട്. 7 മണിക്കാണ് എനിക്ക് ഫ്ലൈറ്റ്. 6 മണിക്ക് എനിക്കിത് തുടങ്ങും. സോ ഞാനിപ്പോൾ ദേ ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. രാവിലെയൊക്കെ പാക്കിങ്ങും അങ്ങനത്തെ ഓരോ പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഫൈനലി ഞാൻ അങ്ങനെ പോവാണ്, US പോവാണ്. എന്താ പറയുക, ഭയങ്കര സന്തോഷം. കുറേ നാളായി വിസയൊക്കെ അപ്ലൈ ചെയ്ത്, ഇപ്പോഴാണ് കിട്ടിയത്. എനിക്ക് traveltale.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി ഉണ്ട് എറണാകുളത്ത്, ന്യൂക്ലിയസ് മാളിൽ 9th ഫ്ലോറിൽ മരടിലുള്ള. അവരാണ് എനിക്ക് വിസ എല്ലാം എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. അവരോടൊരു താങ്ക് യു. എന്താ പറയുക, ഭയങ്കര സന്തോഷം. ഇപ്പോൾ എന്തായാലും USA പോവാണ്. അവിടുന്ന് പിന്നെ ഒരു ലോങ് ജേണി, എൻ്റെ ഒരു ഡ്രീം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, അങ്ങനെ പറയാം. കാരണം ഞാൻ അവിടുന്ന് പിന്നെ മെക്സിക്കോ, പിന്നെ സെൻട്രൽ അമേരിക്ക, സൗത്ത് അമേരിക്ക, അങ്ങനെ ഒരു ലോങ് ജേണി തന്നെയാണ് ഞാൻ പോകുന്നത്. എന്താ ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെൻറ്റ്, എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ഇപ്പോൾ ബോർഡിങ് ആവാനായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 9.5 മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട്. നോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർലൈൻ ഉണ്ട്, അതിലാണ് പോകുന്നത്. 9.5 മണിക്കൂർ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ സമയം 10:30 ആകുമ്പോൾ, രാത്രി 10:30 എത്തും. കാരണം ഇവിടെ അവിടെയും ടൈം ഡിഫറൻസ് നല്ല ഉള്ളതുകൊണ്ട് രാത്രി പോയിട്ട് രാത്രി തന്നെയാണ് ഞാൻ എത്തുന്നത്. എൻ്റെ ബോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരമായി സ്റ്റാർട്ടായിട്ട്. ഞാൻ ലാസ്റ്റ് പോകാമെന്ന് ഓർത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വലിയ ഫ്ലൈറ്റാണെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ പോയി, എന്നിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂയോർക്കിലാണ് കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ ന്യൂയോർക്കിലെത്തി. പക്ഷേ ഭയങ്കര ടയർഡായിരുന്നു. ഒരു 10 മണിക്കൂർ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ ഒരു 11 മണിയായിരുന്നു. പിന്നെ എമിഗ്രേഷൻ കഴിഞ്ഞു. എമിഗ്രേഷൻ കുഴപ്പമില്ല, പക്ഷെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എൻ്റെ അടുത്ത്. ഇവിടെ എന്തിനാ വന്നത്, ടൂറിസ്റ്റ് ആയിട്ടാണോ, എത്ര ദിവസം നിൽക്കും, എന്നാണ് തിരിച്ചു പോകുന്നത്, ഇവിടെ ആരെ കൂടിയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഇവിടെ ഒരു അറിയുന്ന എനിക്കൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ചോദിച്ചു. പിന്നെ അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അവരിവിടെ എന്താണ് ചെയ്യുന്നത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പിന്നെ എൻ്റെ അടുത്ത് എന്താ ചോദിച്ചത്, കയ്യിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ ചോദിച്ചേ, ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതെന്ന് വെച്ചാൽ പെസ്റ്റിസൈഡ്സ്, ഡിസീസസ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നു എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതൊന്നും നമ്മൾ ബാഗിൽ കയ്യിൽ വെക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇമിഗ്രേഷൻ ഒരു 5-10 മിനിറ്റ്സ് അവർ നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് കഴിഞ്ഞിട്ടാണ് അവർ വിസ അങ്ങോട്ട് അടിച്ചു തരുന്നത്. അപ്പോൾ എനിക്കെന്തായാലും 10 വർഷത്തെ വിസയാണ്. നമുക്ക് അറ്റ് എ ടൈം 6 മാസം നിൽക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാൻ US എത്തിയിട്ട് എനിക്ക് കണ്ടിന്യൂസ്ലി 6 മാസം നിൽക്കാൻ പറ്റും ഒരു വർഷത്തിൽ. ഈ വർഷം ഞാൻ 6 മാസം നിന്ന് കഴിഞ്ഞാൽ അടുത്ത വർഷം എനിക്ക് 6 മാസം നിൽക്കാൻ പറ്റും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നലെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വന്നു. ഞാനപ്പോൾ ഈ ഒരു ബാക്കിലുള്ള കാണുന്ന ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇന്നിങ്ങനെ ജസ്റ്റ് മോർണിംഗ് പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. വിൻ്റർ ഓൾമോസ്റ്റ് തീരാനായ ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഒരു ഉച്ച 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഉറങ്ങി എണീച്ച് സെറ്റാണ്. ഉറക്കം റെഡി ആയിട്ടില്ല, കാരണം ജെറ്റ് ലാഗാണ്. എന്താ പറയുക, അവിടുന്ന് രാത്രി വന്നിട്ട് തിരിച്ചിവിടെ എത്തിയപ്പോൾ രാത്രി. അപ്പോൾ ടൈം ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഒന്ന് സെറ്റായി വരുന്നുള്ളൂ. പ്രശ്നമൊന്നുമില്ല. പിന്നെ നല്ല ടയർഡായിട്ട് കുറച്ച് നേരം ഉറങ്ങാൻ പറ്റില്ല. അതായത് ഉറങ്ങി കഴിയുമ്പോൾ എണീക്കാൻ തോന്നുകയാണ്. സാധാരണ ഈ സമയത്ത് യൂറോപ്പിൽ ഉറങ്ങാറില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും. എന്തായാലും സീനൊന്നുമില്ല. സോ ഞാനപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് കാണാനൊക്കെ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഓൾമോസ്റ്റ് എന്താ പറയുക, സ്പ്രിങ് ആയതുകൊണ്ട് കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഞാനും ഇവിടെ പുള്ളിക്കാരനും കൂടെ ഈ കാറിൽ ഇവിടേക്ക് ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി പോവാണേ. അപ്പോൾ ഞാനും ആളും കൂടെ വാറൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 1/2 മണിക്കൂറാണുള്ളത്. ഇവിടെ പിന്നെ മൈൽസ് ആണ് കേട്ടോ, അതായത് കിലോമീറ്റർ അല്ല, മൈൽസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ ജോർജ്. ഹായ്, എന്തിന്റെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. നാട്ടിലെവിടെയായിരുന്നു? ചെങ്ങന്നൂര്. ഓക്കെ. അപ്പോൾ ആള് കുറെ വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 12 വർഷമൊക്കെ ആയില്ലേ, 13 വർഷമായി.
13 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ സിറ്റിസൺ ഒക്കെ ആണ്, ഇവിടുത്തെ പാസ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക്, വാറന്നല്ലേ, വാറെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ക്ലൈമറ്റ് എല്ലാം ഓൾമോസ്റ്റ് ഓക്കെ ആണ്. അത്യാവശ്യം കുറച്ച് ചൂടൊക്കെ ഉണ്ട് ഉച്ച സമയത്ത്. പിന്നെ രാത്രി ഒരു മൈൽഡ് തണുപ്പൊക്കെയാണ്. വിന്റർ ഓൾമോസ്റ്റ് തീരാനായി. ഇനിയിപ്പോ സ്പ്രിങ് ഓൾറെഡി സ്റ്റാർട്ടായി അല്ലേ. ഇനിയിപ്പോ നെക്സ്റ്റ് സമ്മർ വരും. ഇവിടെ സമ്മറിലെല്ലാം ഫുൾ വെക്കേഷൻ ആയിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നത് സമ്മർ ടൈമിലായിരിക്കും. പക്ഷെ ആ ടൈമിൽ അതിന് മുന്നേ ഞാൻ വേറെ സ്ഥലത്തേക്കൊക്കെ പോകും. ഈ കാണുന്നൊക്കെ ഔട്ട്സ്കേർട്ട് ആണ്, അവിടുത്തെ വില്ലേജസ് ആണ് മൊത്തം കാണുന്നത് കേട്ടോ. ഇഷ്ടംപോലെ സ്ഥലമാണ് വീടിൻ്റെ മുന്നിലൊക്കെ. നോക്കിയേ, അടിപൊളിയല്ലേ കാണാൻ. ഓരോ വീടും ഓരോ രീതിയിലാണ്. ഫുൾ മഞ്ഞപ്പൂക്കളും പല പൂക്കളൊക്കെ ആയിട്ട് ഇപ്പോൾ സ്പ്രിങ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീടിനൊന്നും അങ്ങനെ മതിലൊന്നും ഇല്ല കേട്ടോ. ഫുൾ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഒരു ടൈപ്പ് ചെന്നായ പോലെയൊക്കെ ഒരു സാധനമൊക്കെ പോകുന്ന കണ്ടു കേട്ടോ. അതുപോലെ മാനൊക്കെ റോട്ടിൽ ചാടും. അപ്പൊ അതിൻ്റെയൊക്കെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ. അപ്പോ പക്ഷെ നമ്മളെ ഒന്നും അറ്റാക്ക് ചെയ്യൊന്നുമില്ലല്ലോ. അത് അങ്ങനെ ഒന്നും അറ്റാക്കോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ചാടും. നമ്മുടെ നാട്ടില് ഡോഗൊക്കെ ചാടൂലേ, അതുപോലെ ഇവിടെ മാൻ ചാടുന്നു. USA നമുക്ക് 50 സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അതില് ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. ഏറ്റവും ചെറുത് ന്യൂജേഴ്സി ആണോ? ഓക്കെ. അപ്പോ ഏറ്റവും ചെറിയ സ്റ്റേറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ വിന്റർ ഇങ്ങനെ കഴിഞ്ഞുള്ളൂ, അതുകൊണ്ട് തന്നെ ഫുൾ ഡ്രൈ ആയിട്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും. നമ്മളെ സ്ഥലം അവിടെയായിരുന്നു. കഴിഞ്ഞു പോയിട്ട് നമ്മളിത് ഈ ഒരു വീടിന്റെ മുന്നിലിട്ടാട്ടോ തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവര് തോക്കൊക്കെ അവരുടെ കയ്യിലുണ്ടെങ്കിൽ വെടിവെക്കാൻ റെഡിയായി നിൽക്കുമെന്ന്. അതെന്താ? പേടിയാണ്. അയ്യോ, എല്ലാവരും അപ്പൊ തോക്കൊക്കെ ഉണ്ടാവോ? ഓ, അപ്പൊ കയ്യിലുണ്ടോ തോക്കുണ്ടോ? ഓക്കെ. ഇവിടുത്തെ ഓക്കെ. ഓ, സീനാണല്ലോ. ഞാനിപ്പോ വന്നേക്കുന്ന ഒരു കുഗ്രാമത്തിലേക്കാണ് കേട്ടോ. അതായത് ന്യൂജേഴ്സി തന്നെ കുറച്ചൊരു ഔട്ടർ സ്ഥലമാണ്. ന്യൂയോർക്ക് പോലെ വലിയൊരു സിറ്റി ആയിട്ടുള്ള സ്ഥലമല്ല. അതിൽ നിന്നും കുറേ ഔട്ടറിലേക്കാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ പറയുക, മൊത്തം ഭയങ്കര പീസ്ഫുള്ളാണ്. റോഡാണെങ്കിൽ തന്നെ ഒരു റോഡ് നമ്മുടെ നാട്ടിലെ പോലെ വൺ വേ, അങ്ങോട്ടും ഇങ്ങോട്ടും വൺ വേ അല്ല, രണ്ട് സൈഡിലും ഒരു റോട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന വണ്ടികളൊക്കെയാണുള്ളത്. USA ഞാൻ വന്നെങ്കിലും ഞാൻ ഒരുപാട് ടൈമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത കൺട്രിയിലേക്കൊക്കെ മൂവ് ചെയ്യും. കാരണം ഇവിടെ എക്സ്പെൻസീവ് ആണ് ഒന്നാമത്. പിന്നെ എനിക്ക് USA ഇപ്പം അങ്ങനെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു പ്ലാനൊന്നും എനിക്ക് ശരിക്കില്ല. കാരണം ഇപ്പോൾ USA വൺ ടൈം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൺട്രീസിൽ നമുക്ക് ഫ്രീ വിസ, ഓണറബിൾ വിസ, വിസ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ്, അതായിരുന്നു എനിക്ക് മെയിൻ കൺസേൺ. US വിസ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് എൻട്രി ചെയ്യണം. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ്. ആ ഒരു രീതിയാണ് ഞാനിപ്പോൾ US വന്നിട്ടുള്ളത്. കാരണം ഇപ്പോഴത്തെ എൻ്റെ ഇവിടുത്തെ ഒരു എക്സ്പെൻസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാനുള്ളൊരു അവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി അടുത്ത കൺട്രീസിലേക്കൊക്കെ ആയിരിക്കും പോകുന്നത്. ഈ വീട് നോക്കി എന്ത് രസമാണ്. ബാക്കിൽ മൊത്തം കാടാണ് കേട്ടോ, ഫുൾ ഫോറസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഇല കൊഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അല്ലെങ്കിൽ ഭയങ്കര അടിപൊളി, മൊത്തം കാട്ടിന് നടുവിലൊരു വീട്. ഇവിടുത്തെ വീടുകളൊക്കെ അങ്ങനെയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ അടിപൊളിയാണ് ഓരോ വീടുകൾ കാണാൻ അല്ലേ. കുറേ സ്പേസ് ഉണ്ട്, കുറേ ആ ഒരു ഏരിയ ഫുള്ള് അവരുടെ ആ ഒരൊറ്റ വീടുണ്ടാവുള്ളൂ. ചുറ്റും പിന്നെ വേറെ വീടൊന്നും ഉണ്ടാവില്ല. അങ്ങോട്ടെല്ലാം ഉള്ളിലേക്കെല്ലാം ഫുൾ ഫോറസ്റ്റാണ്. പക്ഷെ ഈ ഒരു ടൈം ആയതുകൊണ്ട് ഇല മൊത്തം കൊഴിഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ഗ്രീൻ ആവും. ഈ കാണുന്നത് ഇവിടുത്തെ സ്കൂൾ ബസ്സാണ് കേട്ടോ. ഈ ഒരു ടൈപ്പ് വാന് പോലത്തെ സ്കൂൾ ബസ്സാണ് ഇവിടെ മൊത്തം. അപ്പോൾ +2 വരെ ഇവിടെ എഡ്യൂക്കേഷൻ എല്ലാം ഫ്രീ ആയിരിക്കും അല്ലേ, +2 വരെ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ അല്ലാത്ത ജോലികൾക്ക് പോവും. അല്ല പിന്നെ ഹയർ സ്റ്റഡീസിന്, അതായത് ഇവിടെ കോളേജിനൊക്കെ ഇവിടെ നല്ല ഫീസാണ്. അപ്പോൾ കുറേ പേരൊക്കെ ലോൺ എടുത്ത് പഠിക്കും. അല്ലാതെ സ്കൂളിൽ എന്തായാലും ഫുൾ ഫ്രീ ആണ്. പിന്നെ ഈ 1 മൈലിന് കൂടുതലാണ് വീടെങ്കിൽ അവിടെ അവർക്ക് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും. പിന്നെ ഫുഡാണെങ്കിലും ഉച്ചയ്ക്ക് ഫ്രീ ആണ്. നമ്മൾ ഹൈവേയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടോ ഇത്ര ഹൈറ്റിൽ 2 സൈഡിലും മതിൽ കെട്ടിയിട്ടുണ്ട്. വേറെ മൃഗങ്ങളും അങ്ങനെ മാന്, മെയിനായിട്ട് മാനാണ്. അതൊന്നും ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അപ്പുറം എല്ലാം ഫോറസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ മാനൊക്കെ ഉണ്ടാവും. റോട്ടിൽ വന്ന് അത് കുറേ ആക്സിഡൻ്റ് ആയിട്ട് ചത്തുപോകില്ലേ, അത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വലിയ മതിൽ കെട്ടി വെച്ചിരിക്കുന്നത്. അങ്ങോട്ടൊക്കെ നോക്കി, അവിടെ ഉണ്ടോ ഭയങ്കര ഹൈറ്റിലാണ് മതിൽ കെട്ടിയിരിക്കുന്നത്. ഇവിടെ അതെ ഭയങ്കര ഹൈറ്റിൽ.
ഞാനിവിടെ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇതൊരു ചൈനീസ് ഫുഡാണ്. ഇവിടുത്തെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് മേടിച്ച്. അപ്പോൾ ഈ ഒരു വെൽകെയർ ഫാർമസി എന്ന് പറയുന്ന ഫാർമസിയിലാണ് ആള് വർക്ക് ചെയ്യുന്നത്. തൊട്ടപ്പുറം ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഫുഡ് മേടിച്ചിട്ട് ഞാൻ കാറിലിരുന്നാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഞാനിപ്പോൾ ഇത് അവിടെ ഒരു പാർക്കിൽ വന്നേക്കാണ്. ഒരു അടിപൊളി ചെറി ബ്ലോസം ഉണ്ട് ഇവിടെ നിറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. ആക്ച്വലി ഫുള്ളായിട്ടില്ല, ഇനി അങ്ങോട്ട് ഫുള്ളാകാൻ പോകുന്നുള്ളൂ. ഞാൻ കാണിച്ചു തരാം, നോക്കി. ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇവിടെ 2-3 ടൈപ്പ് കളറിലാണ് കേട്ടോ. നമുക്ക് ചിലത് ലൈറ്റ് റോസ്, ചിലത് ഡാർക്കായിട്ടുള്ള റോസ്, പിങ്ക്, അങ്ങനെ പല പല കളറിലാണ്. നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ. അങ്ങ് അറ്റം വരെ ഉണ്ട് കേട്ടോ. പാർക്കിൻ്റെ സൈഡിലൊരു ലേക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കുറേ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് നടന്ന് നമുക്ക് പോവാം. ഇവിടെ ഫുള്ള് ചെറി ബ്ലോസം നമുക്ക് കാണാൻ പറ്റും. മൊത്തം ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും എന്താ പറയുക, ബർത്ത്ഡേ അത് ഇത് അങ്ങനെയൊക്കെ ആഘോഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പല ഫോട്ടോഷൂട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങോട്ടൊക്കെ അതെന്തോ ഒരു ബ്രൈഡാണെന്ന് തോന്നുന്നു. അടിപൊളി, ഫുൾ കളർ, നൈസ്. ഈ പൂക്കൾ കുറേയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കി നിന്നാൽ കാണാൻ ഇങ്ങനെ കൊഴിയുന്നു. ഇവിടെയൊക്കെ കണ്ടോ, റോസ് കളറായിട്ടാണ് ഉള്ളത്. പല വെറൈറ്റി പൂക്കളാണ്. ഇത് ഒരു പ്രത്യേക രസം, കാരണം ഡാർക്ക് പിങ്കാണ്. നല്ല രസമുണ്ട്. ഇത് യൂഷ്വലി നമ്മൾ കാണാറുള്ളത്. ഞാൻ നെതർലാൻഡ്സൊക്കെ പോയപ്പോൾ കണ്ട ടൈപ്പ് ഇങ്ങനത്തെ ടൈപ്പാണ്. വാവ്. ജപ്പാനിൽ മാത്രമൊന്നുമല്ല കേട്ടോ, ഫുള്ള് US-ലാണെങ്കിലും പിന്നെ യൂറോപ്പിലാണെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ചെറി ബ്ലോസം നമുക്ക് കാണാൻ പറ്റും. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. പക്ഷെ ബാക്കിലൊക്കെ കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടില്ല, അതായത് ബ്ലാക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതും കൂടെ ഗ്രീനായിട്ടും യെല്ലോ ആയിട്ടും ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ പിന്നെയും ക്രൗഡ് കുറവാണ്. അന്ന് ഞാൻ നെതർലാൻഡ്സ് പോയപ്പോൾ ഒടുക്കത്തെ ക്രൗഡായിരുന്നു. ഇവിടെ നല്ല രസമുണ്ട്. പാർക്കിൽ കുറേ പേരൊക്കെ ഇങ്ങനെ മാറ്റൊക്കെ വരിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നൈസ്. ഇപ്പോഴാണെങ്കിൽ ആക്ച്വലി നല്ല ക്ലൈമറ്റാണ്, അതായത് നല്ല തണുത്ത കാറ്റും എന്നാൽ ചൂടും ഇല്ല, അങ്ങനത്തെ ഒരു നൈസ് ക്ലൈമറ്റാണ് ഇപ്പോൾ. ഇവിടെ ഒരു വലിയ പാർക്ക് കാണാൻ പറ്റുന്നുണ്ട്. നൈസാണ് കേട്ടോ, ഫുള്ള് ഗ്രീൻ കാണുന്നുണ്ട്. അതെ, ഇത് ആക്ച്വലി കുറേ ഉണ്ട്, നമ്മൾ നടന്ന് തീരൂല, അത്ര അധികം ഉണ്ട് കേട്ടോ. ഇവിടെ എന്തോരം ഇന്ത്യൻസാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസിനെ ഇവിടെ കാണുന്നത്. ഈ ഏരിയ മൊത്തം ഇന്ത്യൻസാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ഡോഗ്സിനെ കൊണ്ട് ഇങ്ങനെ വരാൻ എന്ത് രസമാണ്. നമ്മുടെ നാട്ടിൽ ഡോഗ്സിനെ കൊണ്ട് വരാൻ ഇങ്ങനെ ഒരു പാർക്ക് പോലും ഇല്ല കേട്ടോ. ഇവിടെ നടുവിലൊരു വാട്ടർ ഫൗണ്ടൈൻ കാണുന്നുണ്ട്. അതിൻ്റെ പുറകിലൊരു ചേർച്ചാന്ന് തോന്നുന്നു കണ്ടിട്ട്. പറയാൻ പറ്റില്ല, ഇവിടെയുള്ള ബിൽഡിങ്സിനൊക്കെ ചേർച്ച് പോലെ നമുക്ക് തോന്നുമെങ്കിലും ചിലപ്പോൾ അത് ചേർച്ചൊന്നും ആയിരിക്കില്ല. പിന്നെ ഇവിടെ എയർപോർട്ട് ഉണ്ടാവുന്നു ഇവിടെ അടുത്തെല്ലാം. ഫുൾ കുറേ ഫ്ലൈറ്റ് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അടുത്ത സിറ്റി ഓരോ സ്റ്റേറ്റിലേക്കൊക്കെ ആൾക്കാർ പോകുന്നത് ഫ്ലൈറ്റിൽ തന്നെയാണ് കേട്ടോ. കാരണം റോഡിലൊക്കെ കുറച്ച് അധികം ടൈം ഉണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്ത് പോകണം. എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് ഭയങ്കര ചീപ്പാണ്. ചീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ് എന്ന് വെച്ചാൽ ട്രെയിനും ബസ്സെല്ലാം എക്സ്പെൻസീവ് ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈസി ഫ്ലൈറ്റാണ്. പക്ഷെ ഫ്ലൈറ്റിൽ നമുക്ക് ലഗേജ് ഉണ്ടെങ്കിൽ മാത്രം ബസ്സിൽ പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം ലഗേജിന് മാത്രം വീണ്ടും 2-3 ഫ്ലൈറ്റ് എടുക്കുന്ന പൈസയാവും. അല്ലാന്നുണ്ടെങ്കിൽ സെറ്റാണ്. നമുക്ക് ലഗേജ് ഒന്നും ഇല്ലാണ്ട് ഓരോ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഭയങ്കര ചീപ്പാണ്, അതായത് ഫ്ലൈറ്റ്. ഈ ചെറി ബ്ലോസത്തിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ നമുക്ക് നടന്നു പോകാം കേട്ടോ. നൈസാണ്. പിന്നെ അതേ നടുവിൽ ഒരു ചെറിയ റിവർ പോലെ കാണുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് നടക്കാം. എനിക്ക് തോന്നുന്നു ഇതുവഴി കറങ്ങി അങ്ങോട്ട് എത്താൻ പറ്റും എന്നുള്ളത്. കാരണം അവിടെയും അങ്ങനെ കറക്റ്റ് വാക്ക് ചെയ്യാനുള്ളൊരു പ്ലേസ് ഉണ്ട്. അപ്പോൾ ഓടാനൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നൈസാണ്. നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ.
ന്യൂജേഴ്സി എന്ന് പറയുന്ന സ്റ്റേറ്റ് അത്ര വലിയൊരു സിറ്റി ടൈപ്പ് അല്ല, കുറച്ചിങ്ങനെ ഔട്ടറാണ്. പക്ഷെ എന്നാൽ പോലും ഞാനിപ്പോൾ യൂറോപ്പിൻ്റെ വില്ലേജസിലൊക്കെ പോയ സമയത്ത് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അതായത് ഇവിടുത്തെ വില്ലേജിനെക്കാട്ടിലും നീറ്റാണ് കുറച്ചും കൂടെ. പിന്നെ ആളുകളൊക്കെ ഭയങ്കര കുറച്ചുകൂടെ ഹെൽത്തിയും മൊത്തത്തിലൊരു ഹാപ്പി ആയിട്ടുള്ള ആളുകളെ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇത് മൊത്തം പൂക്കളായതുകൊണ്ട് കാണാനൊക്കെ നൈസായിട്ടുണ്ട്. ഈ വണ്ടികൾ മൊത്തം ഈ പാർക്കിൽ വന്ന ആൾക്കാരാണ് കേട്ടോ ഇവിടെ നിർത്തിയിട്ടേക്കുന്നത് 2 സൈഡിലും. ഈ പാർക്ക് അങ്ങനെ ഇഷ്ടംപോലെ നീണ്ടു കിടക്കുകയാണ് കേട്ടോ, ഒരുപാടുണ്ട് അല്ലേ, കുറേ ദൂരം നടക്കാനും ഓടാനും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലം. ഇവിടെ എവിടെ നോക്കിയാലും ചെറി ബ്ലോസം തന്നെയാണ് കേട്ടോ. അവിടെ എന്തോ ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ, ഫെസ്റ്റിവലിൻ്റെ എന്തോ എഴുതിയിട്ടിട്ടുണ്ട്, ഡേറ്റോ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടിട്ടുണ്ട്. 1 വീക്കാണ്, ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ആണോ, ബോർഡൊക്കെ ഉണ്ടോ, ചെറി ബ്ലോസം ഫെസ്റ്റിവൽ. അവിടുന്ന് തിരിച്ച് ഞാനിതാ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. സോ ഈ വീഡിയോ ഞാൻ ഇതോടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.